+1 കെമിസ്ട്രിയിലെ ചാപ്റ്റർ 6 ഇക്വിലിബ്രിയം എന്ന് പറയുന്ന ചാപ്റ്ററിലെ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു സെക്ഷനാണ് നമ്മൾ ഇനി ഡിസ്കസ് ചെയ്യാം. ഒരു 3 കോൺസെപ്റ്റുകളാണ് വരുന്നത്: കോമൺ അയോൺ ഇഫക്റ്റ്, ബഫർ സൊല്യൂഷൻസ് ആൻഡ് സൊല്യൂബിലിറ്റി പ്രോഡക്റ്റ് കോൺസെപ്റ്റ്. അപ്പോൾ എന്താണ് കോമൺ അയോൺ ഇഫക്റ്റ് എന്നുള്ളത് നമുക്ക് ആദ്യം നോക്കാം. ഇതേടാ, ഞാൻ അതിനായിട്ടൊരു ബീക്കർ എടുത്തേക്കാണ്. അതിൽ കുറച്ച് വാട്ടർ ഉണ്ട്. ഇതിലോട്ട് ഞാൻ ആഡ് ചെയ്യാൻ പോകുന്നത് NH4OH എന്ന് പറഞ്ഞൊരു വീക്ക് ഇലക്ട്രോലൈറ്റ് ആണ്. ഓക്കെ, NH4OH വാട്ടറിൽ ആഡ് ചെയ്യുമ്പോൾ എന്ത് സാധനവും വാട്ടറിൽ ആഡ് ചെയ്ത ഒരു ഇലക്ട്രോലൈറ്റ് ആണെങ്കിൽ ഇറ്റ് വിൽ ഫോം അതിൻ്റെ അയോൺസ് NH4+ഉം OH- ആയിട്ട് സ്പ്ലിറ്റ് ചെയ്യും. പക്ഷേ കംപ്ലീറ്റ് ആയിട്ട് സ്പ്ലിറ്റ് ചെയ്യില്ല, കാരണം അതൊരു വീക്ക് ഇലക്ട്രോലൈറ്റ് ആയതുകൊണ്ട് തന്നെ NH4OH ഇട്ട് കഴിഞ്ഞാൽ NH4+ഉം OH- ആവുന്നുണ്ട്, ശരിയാണ്, പക്ഷേ ഫുള്ളായിട്ട് മാറുന്നുണ്ടാവില്ല. അതിൽ എന്താവും, NH4+ഉം OH- ആവും. എന്നാൽ കുറച്ച് NH4OH അങ്ങനെ തന്നെ ഉണ്ടാവും, സ്പ്ലിറ്റ് ചെയ്യാതെ. അപ്പോൾ ശരിക്കും പറഞ്ഞ് ഇതൊരു റിവേഴ്സബിൾ റിയാക്ഷനായിട്ട് ആക്ട് ചെയ്യും കേട്ടോ. റിവേഴ്സബിൾ റിയാക്ഷൻ ആയിരിക്കും, അത് ഇക്വിലിബ്രിയം അറ്റൈൻ ചെയ്യുകയും ചെയ്യും. ഞാൻ ഇതിലോട്ട് വന്നിട്ട് കുറച്ച് NH4Cl ആഡ് ചെയ്യാൻ പോകാമെന്ന് വെച്ചോ. NH4Cl എന്ന് പറയുന്ന ഒരു സ്ട്രോങ് ഇലക്ട്രോലൈറ്റ് ആണ്. ഇത് വാട്ടറിൽ ആഡ് ചെയ്താൽ ഒറ്റയടിക്ക് എന്തായിട്ട് മാറും എന്നറിയോ? NH4+ എന്നും Cl- എന്നും മാറും. NH4+ഉം Cl- ആയിട്ട് മാറും. അപ്പോൾ ഇവിടെ നോക്കിക്കഴിഞ്ഞാൽ നമുക്കൊരു റിവേഴ്സബിൾ റിയാക്ഷൻ ഉണ്ട്, അത് ഇക്വിലിബ്രിയത്തിലാണ്. അതിലോട്ടാണ് നമ്മൾ NH4Cl ആഡ് ചെയ്ത് NH4+ഉം Cl- ആയിട്ട് മാറി. അങ്ങനെ മാറിയ സമയത്ത് നമ്മളിവിടെ നോക്കിക്കഴിഞ്ഞാൽ ഓവറോൾ സൊല്യൂഷനിലെ NH4+ൻ്റെ അളവ് കൂടി. അപ്പോൾ ഇതൊരു റിവേഴ്സബിൾ റിയാക്ഷനാണ്, ഇക്വിലിബ്രിയത്തിലിരിക്കുന്നതാണ്. ലീ ചാഡ്ലർ പ്രിൻസിപ്പിൾ പ്രകാരം നമുക്ക് അറിയാവുന്നതാണ്, പ്രോഡക്റ്റിൻ്റെ കോൺസെൻട്രേഷൻ കൂടിക്കഴിഞ്ഞാൽ, എമൗണ്ട് കൂടിക്കഴിഞ്ഞാൽ അവിടെ ബാക്ക്വേർഡ് റിയാക്ഷനായിരിക്കും നടക്കാം. ഇവിടെ NH4+ എന്ന് പറയുന്ന ഒരു പ്രോഡക്റ്റ് ആണ്, അതിൻ്റെ കോൺസെൻട്രേഷൻ കൂടിയൊക്കെയാണ്. അങ്ങനെയാണെങ്കിൽ അത് എന്ത് ചെയ്യും? ബാക്ക്വേർഡ് റിയാക്ഷൻ ആയിരിക്കും നടക്കുക. ദാറ്റ് മീൻസ് NH4+ൽ നിന്നും NH4OH കൂടി ചേർന്നിട്ട് നമുക്ക് NH4OH ആയിട്ട് മാറും. OH- കൂടി ചേർന്നിട്ട് NH4OH ആയിട്ട് മാറുണ്ടാവും. ദാറ്റ് ഈസ് തിരിച്ച് നമ്മുടെ NH4 സ്പ്ലിറ്റ് ചെയ്ത അയോണുകളെല്ലാം കൂടി തിരിച്ച് നമ്മുടെ NH4OH ആയിട്ട് മാറും. അതായത് അത് സ്പ്ലിറ്റ് ചെയ്യുന്ന കുറയും. കമ്പാരിറ്റീവ്ലി നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ ഈ ഒരു പ്രോസസ്സ് നടക്കുന്നതുകൊണ്ട് അവിടെ സ്പ്ലിറ്റ് ചെയ്ത അയോണുകളാവുന്ന കുറവായിരിക്കും. NH4OH എന്ന് തന്നെയായിരിക്കും ഉണ്ടാവുക. ഓക്കെ, അപ്പോൾ ഈ രീതിയിലാണ് വരാം. അപ്പോൾ നോക്കിയടാ, ഇവിടെ നമ്മളൊരു വീക്ക് ഇലക്ട്രോലൈറ്റ് ആണ് ആദ്യം എടുത്തത്. അത് ഡിസോസിയേറ്റ് ചെയ്യുന്നതിനെ നമ്മൾ എന്ത് ചെയ്തു? കുറച്ചു. എങ്ങനെയാണ് കുറച്ചത്? ഒരു സ്ട്രോങ് ഇലക്ട്രോലൈറ്റ് ആയിട്ടുള്ള NH4Cl ആഡ് ചെയ്തിട്ട്. ലീ ചാഡ്ലർ പ്രിൻസിപ്പിൾ പ്രകാരമാണിത് നടക്കുക. സോ ഇങ്ങനെ നടക്കുന്ന ഈ ഒരു പ്രോസസ്സിന് ഒരു വീക്ക് ഇലക്ട്രോലൈറ്റിൻ്റെ ഡിസോസിയേറ്റ് ചെയ്യുന്നത് സപ്രസ് ചെയ്യാന്ന് പറയും. സപ്രസ് ചെയ്യാന്ന് പറഞ്ഞാൽ കുറയ്ക്കാം, ബൈ ദ അഡീഷൻ ഓഫ് എ സ്ട്രോങ് ഇലക്ട്രോലൈറ്റ്. ആൻഡ് ദിസ് എഫക്റ്റ് ഈസ് കോൾഡ് എസ് കോമൺ അയോൺ ഇഫക്റ്റ്. എങ്ങനെയുള്ള സ്ട്രോങ് ഇലക്ട്രോലൈറ്റ് ആയിരിക്കണം? കോമൺ അയോൺ ഉള്ള ഒരു സ്ട്രോങ് ഇലക്ട്രോലൈറ്റ് ആയിരിക്കണം. അല്ലാതെ തോന്നിയ മാതിരി ഏതെങ്കിലും ഒരു ഇലക്ട്രോലൈറ്റ് ആഡ് ചെയ്തിട്ട് കാര്യമില്ല. വി ഷുഡ് ഹാവ് എ സ്ട്രോങ് ഇലക്ട്രോലൈറ്റ് വിത്ത് എ കോമൺ അയോൺ പ്രസൻറ്റ് ഇൻ ഇറ്റ്. കോമൺ അയോൺ ഉള്ള ആൾ യൂസ് ചെയ്തിട്ടേ കാര്യമുള്ളൂ. എന്നാലാണ് ഈ പറഞ്ഞ ലീ ചാഡ്ലർ പ്രിൻസിപ്പിൾ പ്രകാരമൊക്കെ വർക്ക് ചെയ്തിട്ട് ഇക്വിലിബ്രിയത്തിൽ നമുക്ക് ബാക്ക്വേർഡ് റിയാക്ഷൻ നടക്കുകയുള്ളൂ. അപ്പോൾ ഇതേടാ, ഇതിനെയാണ് നമ്മൾ കോമൺ അയോൺ ഇഫക്റ്റ് എന്ന് വിളിക്കാം. സോ അതിൻ്റെ എക്സാക്ട് ഡെഫിനിഷൻ ഇങ്ങനെയാണ് വരാം: സപ്രഷൻ ഓഫ് ഡിസോസിയേഷൻ. ഡിസോസിയേറ്റ് ചെയ്യുന്നതിനെ സപ്രസ് ചെയ്യുന്നു ബൈ വീക്ക് ഇലക്ട്രോലൈറ്റ് ബൈ ദ അഡീഷൻ ഓഫ് എ സ്ട്രോങ് ഇലക്ട്രോലൈറ്റ് കണ്ടെയ്നിങ് എ കോമൺ അയോൺ. ഒരു കോമൺ അയോൺ ഉള്ള ഒരു സ്ട്രോങ് ഇലക്ട്രോലൈറ്റ് ആഡ് ചെയ്തിട്ട് നമ്മുടെ ഡിസോസിയേഷനെ നമ്മൾ സപ്രസ് ചെയ്യുന്നു. ഇതിനെയാണ് നമ്മൾ എന്ത് വിളിക്കുക? കോമൺ അയോൺ എഫക്റ്റ് എന്ന് പറഞ്ഞ് വിളിക്കാം. കോമൺ അയോൺ എഫക്റ്റ് എന്ന് പറഞ്ഞ് വിളിക്കാം. സപ്രഷൻ ഓഫ് ഡിസോസിയേഷൻ ഓഫ് എ വീക്ക് ഇലക്ട്രോലൈറ്റ് ബൈ ദ അഡീഷൻ ഓഫ് എ സ്ട്രോങ് ഇലക്ട്രോലൈറ്റ് കണ്ടെയ്നിങ് എ കോമൺ അയോൺ. കോമൺ അയോൺ ആഡ് ചെയ്തിട്ട് ടിപ്പിക്കൽ എക്സാമ്പിൾ NH4Cl NH4OH. വേറെ ഒരു എക്സാമ്പിൾ കൂടി കാണിച്ചു തരാം. നമ്മൾ ആഡ് ചെയ്യുന്ന ഒരു വീക്ക് ഇലക്ട്രോലൈറ്റ് CH3COOH ആണെന്ന് വെച്ചോ. വേറൊരെണ്ണമുള്ളത് ഇതിലോട്ട് സ്ട്രോങ് ഇലക്ട്രോലൈറ്റ് ആഡ് ചെയ്യുന്ന CH3CON ആണ്. വീക്ക് ഇലക്ട്രോലൈറ്റ് ആയിട്ടുള്ള CH3COH എന്ന് പറയുന്ന ആസിഡ് ഡിസോസിയേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ CH3COO- H+ഉം ആകും. സോ ദിസ് ഈസ് എ റിവേഴ്സബിൾ റിയാക്ഷൻ, ഇക്വിലിബ്രിയം ആയിരിക്കും. അതിലോട്ടാണ് ഞാൻ സോഡിയം അസിറ്റേറ്റ് എന്ന് പറഞ്ഞ സ്ട്രോങ് ഇലക്ട്രോലൈറ്റ് ആഡ് ചെയ്യുന്നത്. അത് ആഡ് ചെയ്ത് കഴിഞ്ഞാൽ ഒറ്റയടിക്ക് തന്നെ അത് സ്പ്ലിറ്റ് ചെയ്തിട്ട് CH3COO- Na+ഉം ആയിട്ട് മാറും. അപ്പോൾ അവിടെയും റിയാക്ഷൻ നടക്കുന്നു. ഈസി ആയിട്ട് നമുക്ക് റിയാക്ഷൻ നടന്നിട്ട് കോമൺ അയോൺ ഉണ്ട്. സോ സ്പ്ലിറ്റ് ചെയ്യുന്നത് കുറയും. ആൻഡ് സിൻസ് കോമൺ അയോൺ ഉള്ള ഒരു സ്ട്രോങ് ഇലക്ട്രോലൈറ്റിനെ ആഡ് ചെയ്തതുകൊണ്ട് അസിറ്റിക് ആസിഡിൻ്റെ നമ്മുടെ ഒരു ഡിസോസിയേഷൻ കുറയുന്നു. ആൻഡ് ദിസ് ഈസ് ഓൾസോ ആൻ എക്സാമ്പിൾ ഫോർ കോമൺ അയോൺ ഇഫക്റ്റ്. കോമൺ അയോൺ ഇഫക്റ്റിൻ്റെ എക്സാമ്പിളായിട്ട് നമുക്ക് ഇതും പറയാവുന്നതാണ്. അപ്പോൾ ബേസ്ഡ് ഓൺ കോമൺ അയോൺ ഇഫക്റ്റ് നല്ലൊരു ആപ്ലിക്കേഷനാണ് ബഫർ സൊല്യൂഷൻ എന്ന് പറയുന്ന കോമൺ അയോൺ ഇഫക്റ്റിൻ്റെ. അപ്പോൾ കോമൺ അയോൺ ഇഫക്റ്റ് എന്താണെന്ന് ചോദിച്ചാൽ അതും ആ എക്സാമ്പിൾസ് എഴുതിയാൽ മതി. ആൻഡ് ഇനി വരുന്നതാണ് ബഫർ സൊല്യൂഷൻ. ഇതും ഇമ്പോർട്ടൻറ്റ്, എക്സാമിന് ഏതെങ്കിലും ഒരെണ്ണം ചോദിക്കാറുണ്ട്. ബഫർ സൊല്യൂഷൻ നമുക്ക് ആപ്ലിക്കേഷൻ ഓഫ് കോമൺ അയോൺ ഇഫക്റ്റ് ആണെന്ന് പറയാം.
രണ്ട് ടൈപ്പ് ബഫർ സൊല്യൂഷൻസ് ആണ് വരുന്നത്, അസിഡിക് ബഫറും ബേസിക് ബഫറും. എന്താ ഒരു ബഫർ സൊല്യൂഷൻ എന്ന് പറഞ്ഞാൽ നമ്മളൊരു വാട്ടറിൽ അല്ലെങ്കിൽ ഒരു സൊല്യൂഷൻ എടുത്തേക്കാണ്, ഇതിൽ പല റിയാക്ഷൻസ് നടക്കുന്നത്. ചില ടൈമുകൾ അതിൻ്റെ കോൺസ്റ്റൻ്റ് ആക്കി വെക്കേണ്ടി വരും, അതിൻ്റെ pH വാല്യൂ കോൺസ്റ്റൻ്റ് ആക്കി വെക്കണം. എന്നാൽ ചില സമയത്ത് നമ്മൾ ഈ പറഞ്ഞ ആസിഡോ ബേസോ റിയാക്ഷനുകളിൽ ആഡ് ചെയ്യുമ്പോൾ ചേഞ്ച് വരാം. എന്നാൽ ബഫർ സൊല്യൂഷൻസ് ആഡ് ചെയ്ത് കഴിഞ്ഞാൽ എന്ത് മാറ്റത്തിന് pHൽ ഉണ്ടാകുന്ന ചേഞ്ചിനെ നമുക്ക് ഒബ്സ്ട്രക്റ്റ് ചെയ്യുക അല്ലെങ്കിൽ കൺട്രോൾ ചെയ്യാനായിട്ട് പറ്റും. സോ ദീസ് ആർ സൊല്യൂഷൻ വിച്ച് റെസിസ്റ്റ് അപ്പ് ചേഞ്ച് ഇൻ pH. ഡൈല്യൂട്ട് ചെയ്യുമ്പോഴോ ആൽക്കലി ആഡ് ചെയ്യുമ്പോഴോ ആസിഡ് ആകുമ്പോഴോ നോർമലി സൊല്യൂഷനുകളുടെ pH മാറാം. അങ്ങനെ മാറാതെ pH 5 ആണെങ്കിൽ അതിൽ തന്നെ നിർത്താനായിട്ട് നമ്മളെ സഹായിക്കുന്ന സൊല്യൂഷൻസിനെയാണ് ബഫർ സൊല്യൂഷൻസ് എന്ന് വിളിക്കുക. വിച്ച് റെസിസ്റ്റ് എന്ന് പറഞ്ഞാൽ കൺട്രോൾ ചെയ്യുക ദ ചേഞ്ച് ഇൻ pH. അങ്ങനെ ഡൈല്യൂഷൻ വഴിയോ ആസിഡോ ആൽക്കലിയോ ആഡ് ചെയ്തിട്ട് pHൽ മാറ്റം ഉണ്ടാകുന്നതിനെ കുറയ്ക്കാനായിട്ട് ഹെൽപ്പ് ചെയ്യുന്ന ആളെയാണ് നമ്മൾ എന്ത് വിളിക്കുക, ബഫർ സൊല്യൂഷൻ എന്ന് വിളിക്കുക. രണ്ട് ടൈപ്പാണ് ബഫർ സൊല്യൂഷൻസ് വരാം, അസിഡിക് ബഫറും ബേസിക് ബഫറും. അസിഡിക് ബഫർ എന്ന് പറഞ്ഞാൽ ഇങ്ങനെയാണ് ആ ബഫർ സൊല്യൂഷൻ വർക്ക് ചെയ്യുന്നത്. ഒരു വീക്ക് ആസിഡും അതിൻ്റെ തന്നെ സോൾട്ടും എടുക്കാം, സ്ട്രോങ് ബേസും ആയിട്ടുള്ള സോൾട്ട്. അതാണ് ഒരു അസിഡിക് ബഫർ എന്ന് വിളിക്കുന്നത്. എ മിക്സ്ചർ ഓഫ് വീക്ക് ആസിഡ് ആൻഡ് ഇറ്റ് സോൾട്ട് വിത്ത് സ്ട്രോങ് ബേസ്. സ്ട്രോങ് ബേസും ആയിട്ടുള്ള അതിൻ്റെ സോൾട്ടും വീക്ക് ആസിഡുമാണ് വരാം. ഫോർ എക്സാമ്പിൾ, ഒരു വീക്ക് ആസിഡ് എന്ന് പറഞ്ഞാൽ നമ്മുടെ അസിറ്റിക് ആസിഡ് CH3COOH പ്ലസ് അതിൻ്റെ തന്നെ സോഡിയം അസിറ്റേറ്റ് ദാറ്റ് ഈസ് CH3COONA. ഓക്കെ, ഇത് രണ്ടും കൂടിയാണ് നമുക്കൊരു അസിഡിക് ബഫറായിട്ട് ആക്ട് ചെയ്യുക. ഇവ രണ്ടുപേരും കൂടി ട്രീറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ആ സൊല്യൂഷൻ്റെ pH 4.75 നമുക്ക് നിർത്താനായിട്ട് പറ്റും. സോ അസിഡിക് ബഫർ ഈസ് എ മിക്സ്ചർ ഓഫ് വീക്ക് ആസിഡും സോൾട്ടും ആയിരിക്കും. ഇത് മാത്രമല്ല വേറെ എക്സാമ്പിൾസ് ഉണ്ട്, പക്ഷേ നിങ്ങൾ ഒരെണ്ണം പഠിക്കുന്നത് ഇത് പഠിച്ചാൽ മതി. അസിറ്റിക് ആസിഡും സോഡിയം അസിറ്റേറ്റ് ഫോർമുല കൂടി പഠിച്ചിരിക്കാം. ഇനി അതുപോലെ വീക്ക് ബേസും കൂടിയുണ്ട്. വീക്ക് ബേസ് വരികയാണെങ്കിൽ അതിൻ്റെ വരുന്നത് നമുക്ക് ഒരു മിക്സ്ചർ ഓഫ് വീക്ക് ബേസും, ബേസിക് ബഫർ എന്ന് പറഞ്ഞാൽ വീക്ക് ബേസും അതിൻ്റെ സോൾട്ടും കൂടി ആയിരിക്കും വരിക വിത്ത് സ്ട്രോങ് ആസിഡ്. ദാറ്റ് ഈസ് NH4OH എന്ന് പറയുന്നത് ഒരു വീക്ക് ബേസ് ആണ്. HCl ആയിട്ട് അതിൻ്റെ സോൾട്ട് ദാറ്റ് ഈസ് NH4Cl എന്ന് പറയുന്നത് അവിടുത്തെ ഒരു ബേസിക് ബഫറായിട്ട് ആക്ട് ചെയ്യും. ഇത് രണ്ടിൻ്റെയും മിക്സേഴ്സ് ആൻഡ് ഇറ്റ് ഹാസ് എ pH ഓഫ് 9.25 ആണ് അവിടെ pH ആയിട്ട് വരാം. സോ ഇതാണ് അസിഡിക് ബഫറിൻ്റെയും ബേസിക് ബഫറിൻ്റെയും കാര്യങ്ങൾ വരാം. അപ്പോൾ കൃത്യമായിട്ട് നോക്കുക, എക്സാമിന് ചോദിക്കും, ഇങ്ങനെ ചോദിക്കും, റൈറ്റ് എനി വൺ എക്സാമ്പിൾ ഫോർ അസിഡിക് ബഫർ ഓർ ബേസിക് ബഫർ. അപ്പോൾ ഈ ഒരു എക്സാമ്പിൾസ് എഴുതാം. സോ ഈ രണ്ട് ടോപ്പിക്കുകൾ എന്തായാലും ഇമ്പോർട്ടൻ്റ് ആണ്, നോക്കിയിരിക്കണം. ഇനി വരാൻ പോകുന്നതാണ് നമ്മുടെ സൊല്യൂബിലിറ്റി കോൺസ്റ്റൻറ്റ്. അതിന് മുമ്പായിട്ട് നമുക്ക് അതിൻ്റെ pH കൂടി നോക്കാം. ബഫർ സൊല്യൂഷൻ്റെ ഡെറിവേഷൻസോ കാര്യങ്ങളോ വേണ്ട. ഈ ഒരു ഇക്വേഷനെ വിളിക്കുന്ന ഹെൻഡേഴ്സൺ ഹാസൽബാക്ക് ഇക്വേഷൻ എന്നാണ്. രണ്ടെണ്ണമാണ് വരിക. അസിഡിക് ബഫറിന് ഒരു ഇക്വേഷൻ ഉണ്ട്, ബേസിക് ബഫറിനുണ്ട്. pH എഴുതുമ്പോൾ ബേസിക് ബഫറിൻ്റെ അസിഡിക് ബഫറിൻ്റെ pH ആണ് നമ്മൾ എഴുതുന്നതെങ്കിൽ ഇങ്ങനെ ആയിരിക്കും എഴുതുക, pH ഈസ് ഈക്വൽ ടു pKa മൈനസ് ലോഗ് ഓഫ് സോൾട്ട് എ ബൈ ആസിഡ്. കേട്ടോ, സോൾട്ട് എ ബൈ ആസിഡ് എന്നാണ് എഴുതാം. ഓക്കെ, ഇനി ബേസിക് ബഫർ ആണെങ്കിൽ അതിനെ നമ്മൾ POH ആണ് എഴുതാം. കേട്ടോ, POH ഈസ് ഈക്വൽ ടു PKB മൈനസ് ലോഗ് സോൾട്ട് എ ബൈ ബേസ് എന്നാണ് ഇത് എഴുതാം. PKB എഴുതാം, POH എഴുതുന്നത്. കേട്ടോ, POH കിട്ടിക്കഴിഞ്ഞാൽ pH കണ്ടുപിടിക്കാൻ ഈസിയാണ്, 14 നിന്ന് കുറച്ചാൽ മതി. 14 മൈനസ് PKB, സോറിയുടെ പ്ലസ് ആണ്, ഇവിടെയും പ്ലസ് ആണ്. PKA പ്ലസ് ലോഗ് സോൾട്ട് എ ബൈ ആസിഡ് എന്നാണ് വരിക. അപ്പോൾ PKB പ്ലസ് ലോഗ് ഓഫ് സോൾട്ട് എ ബൈ ബേസ് എന്ന് വരും. കേട്ടോ, സോൾട്ട് എ ബൈ ബേസ് ഇങ്ങനെയായിരിക്കും ഇക്വേഷൻ വരാം. ഓക്കെ, 14 മൈനസ് PKB പ്ലസ് സോൾട്ട് എ ബൈ ബേസ്. അപ്പോൾ ഈ ഒരു ഇക്വേഷനും കൂടി നോക്കിയേക്കാം. സംടൈംസ് മാത്രം ഇക്വേഷൻ എഴുതാനായിട്ട് ചോദിക്കാറുണ്ട്, പ്രോബ്ലംസ് വളരെ റെയറായിട്ട് ചോദിക്കാറ് ഇക്വേഷനാണ് എഴുതാൻ ചോദിക്കാറ്. കേട്ടോ, അപ്പോൾ ഹെൻഡേഴ്സൺ ഹാസൽബാക്ക് ഇക്വേഷൻസ് രണ്ടും നല്ല അടിപൊളിയായിട്ട് പഠിക്കാം. ഓക്കെ, ഇനിയാണ് നമ്മുടെ സൊല്യൂബിലിറ്റി പ്രോഡക്റ്റിലോട്ട് പോകാം. സൊല്യൂബിലിറ്റി പ്രോഡക്റ്റ് അല്ലെങ്കിൽ അതിന് മുമ്പായിട്ട് അതിലൊരു ഇക്വിലിബ്രിയം വരുന്നുണ്ട്, അതും കൂടി നമുക്കൊന്ന് നോക്കാം. ഞാനിപ്പോൾ ഒരു സൊല്യൂഷൻ എടുത്തേക്കാണ്, കുറച്ച് വാട്ടർ എടുത്തേക്കാണ്. ഇതിലോട്ട് ഞാൻ കുറച്ച് ഉപ്പ് എടുത്ത് ആഡ് ചെയ്യുമ്പോൾ എന്ത് കിട്ടും, നമുക്ക് സോൾട്ട് സൊല്യൂഷൻ ആവും അല്ലേ. ബേസിക്കലി നമ്മളൊരു NaCl എടുത്ത് ആഡ് ചെയ്ത് കഴിഞ്ഞാൽ അവിടെ സോൾട്ട് സൊല്യൂഷൻ ആകുന്നതിനർത്ഥം അവിടെ സ്പ്ലിറ്റ് ചെയ്ത് Na പ്ലസും Cl മൈനസ് ആകുന്നതാണ് അല്ലേ. അപ്പോൾ ഞാൻ വീണ്ടും NaCl ആഡ് ചെയ്യാമെന്ന് വെച്ചോ, അപ്പോഴും പിന്നെയും എന്ത് നടക്കും, Na പ്ലസും Cl മൈനസും ആവും. റൈറ്റ്, ഇനി പിന്നെയും ആഡ് ചെയ്താലോ, NaCl ആഡ് ചെയ്തേക്കാം, അപ്പോഴും അതെന്ത് ചെയ്യും, സ്പ്ലിറ്റ് ചെയ്തിട്ട് NaCl. അപ്പോൾ ഞാൻ ഇങ്ങനെ ആഡ് ചെയ്തുകൊണ്ടേ ഇരിക്കുകയാണ്. ഒരു പെർട്ടിക്കുലർ ലെവൽ എത്തിക്കഴിഞ്ഞാൽ പിന്നീട് അവിടെ ഡിസോൾവ് ചെയ്യില്ല, അതായത് അത് സ്പ്ലിറ്റ് ചെയ്ത് അതിൻ്റെ അയോണുകളാവില്ല. കാരണം എന്താ, അങ്ങനെയുള്ള ഒരു സൊല്യൂഷൻ നമ്മൾ വിളിക്കുന്നതാണ് സാച്ചുറേറ്റഡ് സൊല്യൂഷൻ എന്ന് വിളിക്കുക. നമ്മൾ ആഡ് ചെയ്യാവുന്നതിൻ്റെ, ഡിസോൾവ് ചെയ്യാവുന്നതിൻ്റെ മാക്സിമം ആ സൊല്യൂഷനിൽ സോൾട്ട് ഡിസോൾവ് ചെയ്യും. അപ്പോൾ പിന്നീട് ഞാൻ സോൾട്ട് ഡിസോൾവ് ചെയ്യാൻ നോക്കിയാൽ അത് അവിടെ ഡിസോൾവ് ചെയ്യാതെ അൺഡിസോൾവ് ആയിട്ട് അവിടെ കിടപ്പുണ്ടാവും. റൈറ്റ്,
അപ്പോൾ ഇങ്ങനെ ഒരു സാച്ചുറേറ്റഡ് സൊല്യൂഷൻ എടുത്തു കഴിഞ്ഞാൽ രണ്ട് കാര്യങ്ങൾ നമുക്ക് ആ സൊല്യൂഷനിൽ ഉണ്ടാവും. ഒന്ന്, നമുക്ക് എന്തൊക്കെ ഉണ്ടാവും, ഒരു ഡിസോൾവ് ചെയ്തിട്ടുള്ള അയോൺസും ഉണ്ടാവും, അതേപോലെ തന്നെ അൺഡിസോൾവ് ആയിട്ടുള്ള പ്രസിപ്പിറ്റേറ്റ് ചെയ്തിട്ടുള്ള സോൾട്ട്, അതായത് താഴെ വന്ന് കിടക്കുന്ന സോൾട്ട്, അതിനെ പ്രസിപ്പിറ്റേറ്റഡ് സോൾട്ട് എന്ന് വിളിക്കാം. അപ്പോൾ ഈ രണ്ട് കേസസ് ഉണ്ടാവും, ഡിസോൾവ് ചെയ്ത അയോണുകളും അതുപോലെ തന്നെ അവിടെ അൺഡിസോൾവ് ആയിട്ട് കിടക്കുന്ന സൊല്യൂഷൻ, ഈ പറഞ്ഞ സോൾട്ടും ഉണ്ടാവും. അപ്പോൾ ഇവർ രണ്ടുപേരും കൂടി ചേർന്നിട്ട് ഒരു ഇക്വിലിബ്രിയം ഉണ്ടാവും. അപ്പോൾ NaClന്റെ കേസിൽ വരുന്ന ഇക്വിലിബ്രിയം സാച്ചുറേറ്റഡ് സൊല്യൂഷൻ ആണെങ്കിൽ ഇങ്ങനെ ഉണ്ടാവും, NaCl ഗീവ്സ് Na+A+Cl-. ഇങ്ങനെ ഒരു സൊല്യൂഷൻ അല്ലെങ്കിൽ ഇങ്ങനെ ഒരു ഇക്വിലിബ്രിയം ആയിരിക്കും ഉണ്ടാകുക. അപ്പോൾ സൊല്യൂബിലിറ്റി ബേസ് ചെയ്തിട്ടുള്ള ഇക്വിലിബ്രിയം ആയതുകൊണ്ട് ഇറ്റ് ഈസ് കോൾഡ് ആസ് എ സൊല്യൂബിലിറ്റി ഇക്വിലിബ്രിയം. ഓക്കെ, ദ ഇക്വിലിബ്രിയം വിച്ച് എക്സിസ്റ്റ് ഓൺ ദ ബേസിസ് ഓഫ് സൊല്യൂബിലിറ്റി. സൊല്യൂബിലിറ്റി ബേസിൽ വരുന്നത് കൊണ്ട് സൊല്യൂബിലിറ്റി ഇക്വിലിബ്രിയം എന്ന് വിളിക്കും. അതെന്തൊക്കെ തമ്മിലാണ് വരുന്നത്, അൺഡിസോൾവ് ആയിട്ട് കിടക്കുന്ന സോൾട്ടും അയോണുകളും തമ്മിലായിരിക്കും. ബേസ്ഡ് ഓൺ സൊല്യൂബിലിറ്റി ഇക്വിലിബ്രിയം ആണ് നമ്മൾ സൊല്യൂബിലിറ്റി പ്രോഡക്റ്റ് കോൺസ്റ്റന്റ് എന്ന് പറഞ്ഞ ഫാക്ടറിലോട്ട് എത്താം. ഇതേടാ ഫോർ എക്സാമ്പിൾ ഞാൻ എടുക്കുന്ന BaSO4 എന്ന് പറഞ്ഞൊരു സോൾട്ട് ആണെന്ന് വെച്ചോ. ഇതൊരു സ്പെയറിംഗ്ലി സൊല്യൂബിൾ സോൾട്ട് ആണ്, അതായത് ഫുള്ളി ഡിസോൾവ് ചെയ്യില്ല. അങ്ങനെ ഒരെണ്ണത്തിൻ്റെ സൊല്യൂഷൻ എടുത്താലും ഈ പറഞ്ഞ പോലെ സൊല്യൂബിലിറ്റി ഇക്വിലിബ്രിയം ആണ്, അല്ലെങ്കിൽ സാച്ചുറേറ്റഡ് സൊല്യൂഷൻ ആയിരിക്കും. ഇതേടാ BaSO4 എടുത്താൽ അത് രണ്ട് അയോണുകളായിട്ടാണ് സൊല്യൂഷനിൽ മാറുക, Ba2+SO4 2-. അപ്പോൾ ഞാൻ അവിടെ ഇക്വിലിബ്രിയം കോൺസ്റ്റന്റ് ആഡ് എഴുതാൻ പോവാണ്, Kc എന്ന് പറയുന്നത് എഴുതാൻ പോവുക. Kc എന്ന് പറയുന്നത് എന്തായിരിക്കും, പ്രോഡക്റ്റിൻ്റെ കോൺസെൻട്രേഷൻ ബൈ അതപ്പോൾ Ba2+ൻ്റെ കോൺസെൻട്രേഷൻ ഇൻറ്റു SO4 2-ൻ്റെ കോൺസെൻട്രേഷൻ ഡിവൈഡ് ബൈ BaSO4ൻ്റെ കോൺസെൻട്രേഷൻ. എടാ BaSO4 എന്ന് പറയുന്നത് ഇതിന് രണ്ടിനും അക്വസാ സൊല്യൂഷനിലാണ് എടുക്കുക. അപ്പോൾ അവരുടെ കോൺസെൻട്രേഷൻസ് നമുക്ക് പ്രോപ്പറായിട്ട് പറയാം. പക്ഷേ ഇതൊരു സോളിഡ് സാധനമാണ് BaSO4 എന്ന് പറയുന്നത്, അതിൻ്റെ കോൺസെൻട്രേഷൻ നമുക്ക് പറയാൻ പറ്റില്ല. അതുകൊണ്ട് തന്നെ അതിനെ നമ്മൾ യൂണിറ്റി 1 ആയിട്ട് എടുക്കാം. അപ്പോൾ നമുക്ക് വേണമെങ്കിൽ ഇങ്ങനെ എഴുതാം, K is equal to Ba2+ ഇൻറ്റു SO4 2-. അപ്പോൾ ശരിക്കും പറഞ്ഞാൽ BaSO4ലെ രണ്ട് അയോണുകളുടെ കോൺസെൻട്രേഷൻ്റെ പ്രോഡക്റ്റാണ് നമ്മളിവിടെ എടുത്തേക്കുന്നത് അല്ലേ. K എന്ന് പറഞ്ഞ ഇക്വിലിബ്രിയം കോൺസ്റ്റന്റ് എന്ന് പറയുന്നത് അവിടെ ഉണ്ടാകുന്ന അയോണുകളുടെ കോൺസെൻട്രേഷനുകളുടെ പ്രോഡക്റ്റാണ് വരിക. ആൻഡ് ദിസ് ഈസ് കോൾഡ് എസ്, ഇതിനെയാണ് നമ്മൾ എന്ത് വിളിക്കുക, സൊല്യൂബിലിറ്റി പ്രോഡക്റ്റ് കോൺസ്റ്റന്റ് എന്ന് വിളിക്കുക. വിച്ച് ഇസ് എ ഇക്വിലിബ്രിയം കോൺസ്റ്റന്റ്. അതിന് എന്താ പറയുക, പ്രോഡക്റ്റ് ഓഫ് കോൺസെൻട്രേഷൻസ് ഓഫ് വാട്ട്, അയോൺസ്. അയോണുകളുടെ കോൺസെൻട്രേഷനുകളുടെ പ്രോഡക്റ്റ് ആണ്, മൾട്ടിപ്ലൈ ചെയ്ത് കിട്ടുന്ന വാല്യൂ. അതിനെയാണ് നമ്മൾ സൊല്യൂബിലിറ്റി പ്രോഡക്റ്റ് കോൺസ്റ്റന്റ് എന്ന് വിളിക്കുക. സോ ഇറ്റ് ഈസ് ഡിഫൈൻഡ് ആസ് ദി പ്രോഡക്റ്റ് ഓഫ് മോളാർ കോൺസെൻട്രേഷൻ ഓഫ് അയോൺസ് ഓഫ് എ സ്പെയറിംഗ്ലി സൊല്യൂബിൾ സോൾട്ട്. കണ്ടോ, K ഈസ് ഈക്വൽ ടു BaSO4. BaSO4ൻ്റെ ആണ് നമ്മൾ എഴുതുന്നതെങ്കിൽ Ba2+ ഇൻറ്റു SO4 2- എന്ന് എഴുതാം കോൺസെൻട്രേഷനുകൾ. അപ്പോൾ അതിനെ നമ്മൾ K എന്ന് മാത്രമല്ല KSP എന്നായിരിക്കും വിളിക്കുക. SP എന്ന് പറഞ്ഞാൽ സൊല്യൂബിലിറ്റി പ്രോഡക്റ്റ് എന്ന് വിളിക്കുന്നതുകൊണ്ടാണ്. അപ്പോൾ KSP എന്ന് പറഞ്ഞാൽ Ba2+ൻ്റെ കോൺസെൻട്രേഷൻ ഇൻറ്റു SO4. അങ്ങനെ ഏതൊരു സോൾട്ട് എടുത്താലും അതിൻ്റെയൊക്കെ KSPയുടെ ഇക്വേഷൻ നമുക്ക് എഴുതാനായിട്ട് പറ്റും കേട്ടോ. ഇതേടെ ഒരു കാര്യം കൂടിയുണ്ട്, ഇവിടെ നമ്മൾ സൊല്യൂബിലിറ്റി എന്ന് പറഞ്ഞൊരു സാധനം കൂടി എടുക്കും, ഒരു കോൺസെപ്റ്റും കൂടിയുണ്ട്, അത് യൂസ് ചെയ്ത് നമുക്ക് പ്രോബ്ലം ചെയ്യാനുള്ളതാണ്. ഇപ്പോൾ നമുക്ക് പറയാവുന്നത് BaSO4ൻ്റെ സൊല്യൂബിലിറ്റി എന്ന് പറയുന്നത് S എന്നാണ് എടുക്കുക. സൊല്യൂബിലിറ്റി എന്ന് പറഞ്ഞ ഫാക്ടർ ഇത്രയേ ഉള്ളൂ, നമ്മൾ വാട്ടറിലോ എന്തിലെങ്കിലും ഡിസോൾവ് ചെയ്യുമ്പോൾ അതിൽ എത്ര ക്വാണ്ടിറ്റിയാണ് ആ ഡിസോൾവ് ചെയ്യുന്നത് അതിനെയാണ് നമ്മൾ സൊല്യൂബിലിറ്റി എന്ന് വിളിക്കുക. മൊളാരിറ്റി ഒക്കെ ഇല്ലേ, അതിനെ ബേസ് ചെയ്തിട്ടാണ്. ഇപ്പോൾ 10 മോളാറാണ് അതിൻ്റെ മൊളാരിറ്റി, 10 മോളാറാണ് അവിടുത്തെ സൊല്യൂബിലിറ്റി എന്ന് പറഞ്ഞാൽ അത്രയും അതിൽ ഡിസോൾവ് ചെയ്യും എന്നുള്ളതാണ് മീനിങ് കേട്ടോ. 10 മോള് ഡിസോൾവ് ചെയ്യും എന്നുള്ളതാണ് അതിൻ്റെ മീനിങ്. അപ്പോൾ ഇവിടെ നമുക്ക് എസ് എന്നാണ് എടുക്കുന്നതെങ്കിൽ രണ്ട് പേരുടെയും സൊല്യൂബിലിറ്റി എസ് തന്നെയായിരിക്കും കേട്ടോ. Ba2+ൻ്റെയും SO4 2-ൻ്റെയും എസ് ആണ്. സോ നമുക്ക് പറയാം KSP is equal to S² ആണ് എന്ന് പറയാം കേട്ടോ. സൊല്യൂബിലിറ്റി ബേസ് ചെയ്തിട്ട് നമുക്ക് എഴുതാം. അപ്പോൾ Ba2+ൻ്റെയും SO4 2-ൻ്റെയും ടോട്ടൽ BaSO4ൻ്റെ എസ് എന്നാണ് നമ്മൾ എടുക്കുന്നതെങ്കിൽ, സൊല്യൂബിലിറ്റി ജനറൽ ആയിട്ട് എടുക്കുന്നതെങ്കിൽ നമുക്ക് ഇങ്ങനെ എഴുതാം, Ba2+ൻ്റെയും എസ് ആയിരിക്കും, SO4 2-ൻ്റെയും എസ് ആയിരിക്കും. അപ്പോൾ SA × S KSP is equal to S² എന്ന് എഴുതാം. ഇതേടാ അതിൻ്റെ റിലേഷൻ ഒരു AXBY എന്ന് പറഞ്ഞ് ഡിസോൾവ് ചെയ്യുന്ന ഒരു സോൾട്ട് ആണെന്ന് വെച്ചോ, അത് ഡിസോൾവ് ചെയ്യുമ്പോൾ XAY+ഉം YBX- എന്നായിരിക്കും വരാം. അതായത് ഒരു സോൾട്ട് ഡിസോൾവ് ചെയ്യുമ്പോൾ AXBY എന്ന് പറഞ്ഞ ഫോം ആണെങ്കിൽ നമ്മൾ അവിടുത്തെ KSPയും സൊല്യൂബിലിറ്റിയും തമ്മിലുള്ള റിലേഷൻ എഴുതുമ്പോൾ ഇങ്ങനെയായിരിക്കും. ഇതേടാ KSP is equal to XS⁻⁴ YS⁻Y എന്നായിരിക്കും നമ്മൾ എഴുതാം കേട്ടോ. XS⁻⁴ എക്സും YX⁻Y എന്നായിരിക്കും എഴുതാം.
ഇതേടാ ഓരോ സോൾട്ട് തരുമ്പോൾ അതിനനുസരിച്ച് നമുക്ക് എഴുതാൻ പറ്റും. ഫോർ എക്സാമ്പിൾ MgCl2 എന്ന് പറഞ്ഞൊരു സോൾട്ട് എടുക്കുകയാണ്. ഇതിൻ്റെ KSPയും സൊല്യൂബിലിറ്റിയും തമ്മിലുള്ള റിലേഷൻ എഴുതണമെങ്കിൽ ഇതെവിടെ നോക്കുക, എക്സിൻ്റെ വൈയുടെ വാല്യൂസ് എടുത്താൽ മതി. എക്സിൻ്റെ വാല്യൂ ഇവിടെ നമ്പർ ഒന്നുമില്ല, വിച്ച് മീൻസ് 1 ആണ്. വൈയുടെ വാല്യൂ എത്രയാണ്? 2 ആണ്. സോ KSP ഈക്വൽ ടു 1 ഇൻറ്റു എസ് റേസ് ടു 1, ദെൻ വൈയുടെ വാല്യൂ 2s റേസ് ടു 2 ആണ്. സോ 1 ഇൻറ്റു എസ് എന്ന് പറഞ്ഞാൽ റേസ് ടു 1 എന്ന് പറഞ്ഞാൽ 1 തന്നെയാണ്, എസ് തന്നെയാണ്, ഇൻറ്റു 2s റേസ് ടു 2 എന്ന് പറഞ്ഞാൽ എന്താ, 2 സ്ക്വയർ എന്ന് പറഞ്ഞാൽ 4 ആണ്, എസ് സ്ക്വയർ ദാറ്റ് ഈസ് 4s ക്യൂബ് എന്ന് വരും. KSPയും എസും തമ്മിലുള്ള റിലേഷൻ എഴുതാനായിട്ട് ഇങ്ങനെ ചോദിക്കാം. അപ്പോൾ എക്സിൻ്റെ വൈയുടെ വാല്യൂസ് എടുക്കുക, നമ്പറുകൾ എടുത്തിട്ട് ഈ ഒരു റിലേഷനിൽ കൊടുത്താൽ മതി, ഈസി ആയിട്ട് ചെയ്യാം. ബേസ്ഡ് ഓൺ ദിസ് നമുക്ക് പ്രോബ്ലങ്ങളും ചെയ്യാനുണ്ട്. അപ്പോൾ KSPയും സൊല്യൂബിലിറ്റിയും തമ്മിലുള്ള റിലേഷൻസ് നോക്കണം കേട്ടോ. പ്രോബ്ലം ചെയ്യാനുള്ളപ്പോൾ ഈ ഒരു ഇക്വേഷൻ എടുത്താൽ മതി. എക്സ് എസ് റേസ് ടു എക്സ് ഇൻറ്റു വൈ എസ് റേസ് ടു വൈ ആയിരിക്കും റിലേഷൻ. വേറെ എസ് സൊല്യൂബിലിറ്റിയാണ്, KSP സൊല്യൂബിലിറ്റി പ്രോഡക്റ്റാണ്. ബേസ്ഡ് ഓൺ സൊല്യൂബിലിറ്റി പ്രോഡക്റ്റ് നമുക്ക് എന്ത് ചെയ്യാം, അവിടെ പല കാര്യങ്ങളും കണ്ടുപിടിക്കാനായിട്ട് പറ്റും. ഇതേടാ നോക്കിക്കോ, അതിന് നമുക്കൊരു പുതിയൊരു ആളെയും കൂടി എടുക്കുന്നുണ്ട്, QSP എന്ന് പറഞ്ഞാൽ നമ്മൾ KC QSC പറയുന്ന പോലെ തന്നെ കേട്ടോ. ഇപ്പോൾ നമ്മൾക്ക് KSP എന്ന് പറയുന്ന പ്രോഡക്റ്റ് അയോൺസിൻ്റെ കോൺസെൻട്രേഷനാണ് നമ്മൾ പറയുക, പക്ഷേ അതെപ്പോഴും ഇക്വിലിബ്രിയത്തിലായിരിക്കണം. എന്നാൽ ഇക്വിലിബ്രിയം അല്ലാത്ത സമയത്താണ് നമ്മളത് മെഷർ ചെയ്യുന്നതെങ്കിലോ, അയോണുകളുടെ കോൺസെൻട്രേഷൻ തന്നെയാണ് എടുക്കുന്നത്, പക്ഷേ അത് ഇക്വിലിബ്രിയത്തിലല്ല എങ്കിൽ ആ ഒരു വാല്യൂവിനെ നമ്മൾ വിളിക്കുന്ന QSP ആയിരിക്കും. QSPയുടെയും KSPയുടെയും വാല്യൂ വെച്ചിട്ട് നമുക്കവിടെ റിയാക്ഷൻ ഏത് ഡിറക്ഷനിലാണ്, ഫോർവേഡ് ആണോ ബാക്ക്വേർഡ് ആണോ എന്നുള്ളത് നടക്കുന്നത് എന്നുള്ളത് പറയാനായിട്ട് പറ്റും. ഇതേടാ ഇക്വിലിബ്രിയത്തിലാണെന്ന് വെച്ചോ, അങ്ങനെയാണെങ്കിൽ KSP മെഷർ ചെയ്താലും QSP മെഷർ ചെയ്താലും സെയിം വാല്യൂ തന്നെയാണ്, കാരണം കോൺസെൻട്രേഷനുകൾ എന്തും ഒരേപോലെ തന്നെയായിരിക്കും. അപ്പോൾ നമുക്ക് പറയാം KSP ഈക്വൽ ടു QSP ആണ്. എന്നാൽ ചില കേസുകളിൽ ഇക്വിലിബ്രിയത്തിലല്ല, അപ്പോൾ ഞാൻ QSP എന്ന് പറഞ്ഞ് മെഷർ ചെയ്തെന്ന് വെച്ചോ, QSPയുടെ വാല്യൂ ഞാൻ മെഷർ ചെയ്തപ്പോൾ ഗ്രേറ്റർ ദാൻ QSP ആണ് വന്നതെന്ന് വെച്ചോ, KSP ആണ് വന്നത്. QSPയുടെ വാല്യൂ നോക്കിയപ്പോൾ KSPയുടെ വാല്യൂവിനേക്കാൾ കൂടുതൽ, KSP കോൺസ്റ്റന്റ് വാല്യൂ, പക്ഷേ QSP ഇങ്ങനെ മാറിക്കൊണ്ടിരിക്കും, ഡിപ്പെൻസ് ഓൺ ദി കോൺസെൻട്രേഷൻ ആൻഡ് ഓൾ, പല ടൈമിൽ പല വാല്യൂസ് ആയിരിക്കും. അപ്പോൾ QSP നോക്കിക്കഴിഞ്ഞപ്പോൾ KSPനേക്കാൾ വലിയ വാല്യൂ ആണ്. അങ്ങനെയാണെങ്കിൽ അവിടെ മീനിങ് എന്ന് പറഞ്ഞാൽ അയോണുകൾ കൂടുതലാണ് എന്നാണ്. അയോൺ കൂടുതലാണെങ്കിൽ ബാക്ക്വേർഡ് റിഡക്ഷൻ നടന്നിട്ട് അവിടെ പ്രസിപ്പിറ്റേഷൻ നടക്കും കേട്ടോ. അയോണുകൾ കൂടുതലാണെങ്കിൽ തിരിച്ചത് സോൾട്ടായിട്ട് മാറാനായിരിക്കും ശ്രമിക്കുക കേട്ടോ, സോൾട്ടായിട്ട് മാറാൻ ശ്രമിക്കും. QSPയുടെ വാല്യൂ കൂടുതലാണെങ്കിൽ അയോണുകളുടെ കോൺസെൻട്രേഷൻ കൂടുതലാണ്, അയോണുകൾ കൂടുതലാണെങ്കിൽ തിരിച്ച് സോൾട്ട് ആവാനായിട്ടായിരിക്കും നോക്കുക. സോ പ്രസിപ്പിറ്റേഷൻ ഓഫ് ദി സോൾട്ട് ഒക്കേഴ്സ് എന്ന് നമുക്ക് പറയാം. ആൻഡ് ഇനി QSP ലെസ് ദാൻ KSP ആണ്, KSPയുടെ വാല്യൂ വളരെ കൂടുതലാണ്, QSPയുടെ വാല്യൂ കുറവാണെങ്കിൽ അയോണുകളുടെ വാല്യൂ എത്രയാണ്, കോൺസെൻട്രേഷൻ കുറവാണ്. അയോണുകൾ കുറവാണെങ്കിൽ കൂടുതൽ അയോണുകൾ ഉണ്ടാവാനായിട്ട് ശ്രമിക്കും, അതായത് പിന്നെയും ഡിസൊല്യൂഷൻ നടക്കാനായിട്ട് നോക്കും. ഡിസോൾവ് ചെയ്യുന്നത് കൂടുതലായിട്ട് നടക്കും. അയോണുകളുടെ കോൺസെൻട്രേഷൻ കൂടുതലാണെങ്കിൽ അയോണുകളിൽ നിന്ന് തിരിച്ച് സോൾട്ട് ആവും, അതായത് തിരിച്ച് സോൾട്ടായിട്ട് താഴെ വന്ന് സെറ്റിൽ ചെയ്യും. അതിനെയാണ് നമ്മൾ പ്രസിപ്പിറ്റേറ്റ് ചെയ്യുക, സോൾട്ട് ഗെറ്റ്സ് ഡെപ്പോസിറ്റഡ്. വേറെ QSP ലെസ് ദാൻ KSP ആണ് വരുന്നത്, KSP ഗ്രേറ്റർ ദാൻ QSP എന്നാണ് വരുന്നതെങ്കിൽ ഡിസൊല്യൂഷൻ കൂടുതലായിരിക്കും, ഡിസൊല്യൂഷൻ എന്ന് പറയുന്നതായിരിക്കും നടക്കുക. അപ്പോൾ ഈ ഒരു രണ്ട് ഫാക്ടേഴ്സ് നോക്കണം. ഈ വാട്ട് ഹാപ്പൻസ് വെൻ KSP ഈസ് ഗ്രേറ്റർ ദാൻ QSP ആൻഡ് ലെസ് ദാൻ QSP. KSP ലെസ് ദാൻ QSP ആണെങ്കിൽ പ്രസിപ്പിറ്റേഷൻ നടക്കും, KSP ഗ്രേറ്റർ ദാൻ QSP ആണെങ്കിൽ അവിടെ ഡിസൊല്യൂഷൻ ആയിരിക്കും. ഡിസൊല്യൂഷൻ എന്ന് പറഞ്ഞാൽ കൂടുതൽ ഡിസോൾവ് ചെയ്യും എന്നുള്ളതാണ്. അപ്പോൾ ഈ ഒരു രീതിയിലാണ് എടുക്കേണ്ടത്. അപ്പോൾ ഇങ്ങനെ നമുക്ക് കൃത്യമായിട്ട് നോക്കണം. സോ ഇത്രയും കാര്യങ്ങൾ ക്ലിയർ ആയിട്ട് നോക്കാം. ഇതിൻ്റെ കൂടെ തന്നെ ഒരു പ്യൂരിഫിക്കേഷൻ ആപ്ലിക്കേഷനായിട്ട് വരുന്നതാണ് സൊല്യൂബിലിറ്റി ഇക്വിലിബ്രിയത്തിൻ്റെയും കോമൺ അയോൺ ഇഫക്റ്റിൻ്റെയും, ദാറ്റ് ഈസ് പ്യൂരിഫിക്കേഷൻ ഓഫ് NaCl. അതായത് നമ്മൾ NaClൻ്റെ കേസിൽ നമ്മൾ പറയുന്നത് പ്യൂരിഫിക്കേഷനാണ്. ഇഫ് യു ടേക്ക് ദി സാച്ചുറേറ്റഡ് സൊല്യൂഷൻ ഓഫ് NaClൻ്റെ സാച്ചുറേറ്റഡ് സൊല്യൂഷൻ എടുക്കാമെന്ന് വെച്ചോ, അതിലോട്ട് നമ്മൾ HCl ഗ്യാസ് പാസ് ചെയ്യണം. അപ്പോൾ NaCl സൊല്യൂഷൻ എടുത്തു കഴിഞ്ഞാൽ അതിൽ Na+ഉം Cl- അയോണുകളുണ്ട്. സാച്ചുറേറ്റഡ് സൊല്യൂഷനാണ്, അപ്പോൾ അതൊരു ഇക്വിലിബ്രിയത്തിലായിരിക്കും കേട്ടോ. അപ്പോൾ NaCl എന്ന് പറയുന്നത് Na+ഉം Cl- ആയിട്ടുള്ള ഒരു ഇക്വിലിബ്രിയത്തിലായിരിക്കും ഉണ്ടാവുക. ഇതിലൂടെ നമ്മൾ HCl പാസ് ചെയ്തു, HCl പാസ് ചെയ്യുമ്പോൾ അതും ഡിസോസിയേറ്റ് ചെയ്യും. HCl എന്ന് പറയുന്നത് H+ഉം Cl-ഉം. ഓക്കെ, കോമൺ അയോൺ ഉണ്ടായില്ലേ? കോമൺ അയോൺ വന്നു കഴിഞ്ഞാൽ എന്ത് പറ്റും, അവിടെ കൂടുതൽ അയോണുകൾ ഉണ്ടായല്ലേ, അയോണുകൾ ഉണ്ടായാൽ ബാക്ക്വേർഡ് നടക്കും അല്ലേ. Na+ഉം Cl- കൂടി ചേർന്നിട്ട് തിരിച്ച് NaCl ആവും. അപ്പോൾ NaCl അവിടെ പ്രസിപ്പിറ്റേറ്റ് ചെയ്യാനായിട്ട് തുടങ്ങും. സോ അങ്ങനെ ഈസി ആയിട്ട് നമുക്ക് പ്യുവർ NaCl മാത്രമായിരിക്കും അവിടെ പ്രസിപ്പിറ്റേറ്റ് ചെയ്യും. സോ അങ്ങനെ ഒബ്റ്റെയിൻ ചെയ്യുന്ന NaCl വളരെയധികം ഹൈ പ്യൂരിറ്റി ആയിരിക്കും. അപ്പോൾ ഇതാണ് പ്യൂരിഫിക്കേഷൻ ഓഫ് NaCl വരുന്ന ഫാക്ടർ കേട്ടോ.
ഇത് കോമൺ അയോൺ ഇഫക്റ്റും അതേപോലെ തന്നെ സൊല്യൂബിലിറ്റി ഇക്വിലിബ്രിയത്തിൻ്റെയും ഒരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ആപ്ലിക്കേഷനാണ്. സോ ഈ ഒരു കാര്യം കൂടി എന്തായാലും നോക്കിയേക്കുക. സോ ഐ തിങ്ക് എല്ലാവർക്കും ക്ലിയർ ആയിട്ട് മനസ്സിലായിട്ടുണ്ട്. ഈ ഒരു 3 കോൺസെപ്റ്റ് ഇമ്പോർട്ടൻ്റ് ആണ്, ഇത്തിരി ഡിഫിക്കൽട്ട് ആണ് അതിൻ്റെ കാര്യങ്ങൾ. അപ്പോൾ എന്തായാലും ഒന്നും കൂടി ക്ലിയർ ആയിട്ട് പഠിക്കുക, കാര്യങ്ങൾ ചെയ്യുക. സി ഓൾ ദ ബെസ്റ്റ് ഫോർ യുവർ എക്സാംസ് കേട്ടോ.